വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാത്സ് നമ്പർ 1. ഐ ആം അജയ് കുമാർ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സിൻ്റെ 10th ക്ലാസ്സാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സിനകത്ത് കുറച്ച് ട്രിക്കുകളുണ്ട്. അപ്പോൾ പല കുട്ടികളും ഇപ്പോൾ ഈ അവധിക്കാലമായപ്പോഴത്തേക്ക് ഗുണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് എങ്ങനെ ചെയ്യാം, സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്, റൂട്ട് കാണുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 9th സ്റ്റാൻഡേർഡ് വരെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ല തറവാണെങ്കിൽ മാത്സ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ കുറേ ട്രിക്കുകളാണ്. ഒന്നാമത് ഞാൻ പഠിപ്പിക്കുന്ന ട്രിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം 5 വരുന്ന സംഖ്യകളുടെ, ഉദാഹരണം പറഞ്ഞാൽ 5, 15, 25, 35 തുടങ്ങിയ സംഖ്യകളുടെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്. അതായത് 5 × 5, 15 × 15, 25 × 25, 35 × 35, 105 × 105, 125 × 125 തുടങ്ങിയ സംഖ്യകൾ ഗുണിക്കാനായിട്ട് നിങ്ങൾക്കൊന്നും വേണ്ട, പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ കാണുക, അഥവാ 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. സാധാരണ നിങ്ങൾ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുന്നത് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് 2 ഇതായിട്ട് എഴുതിയിട്ട് പിന്നെ ആഡ് ചെയ്ത് പോകുന്ന സമ്പ്രദായമാണ്. സ്വല്പം ടാസ്ക് ആയിട്ടാണ് വരുന്നത്. അതേസമയം അത് ഒറ്റ ലൈനിൽ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഈ 2 എണ്ണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ പഠിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഒരു സംഖ്യ തരികയാണെങ്കിൽ ആ സംഖ്യയുടെ റൂട്ട് നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരു പാർട്ട് ഞാനിപ്പം ഈ ക്ലാസ്സിനകത്ത് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടേബിളൊക്കെ എടുക്കുന്ന കാര്യങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ 5 അവസാനം വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നോക്കുക, ആദ്യമേ 5ൻ്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം. 5 സ്ക്വയർഡ് എന്താണ്? 5 × 5 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 25ആണ്, 25 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 15ൻ്റെ സ്കോർ എങ്ങനെയാണ്? 15ൻ്റെ സ്കോർ എങ്ങനെയാണ്? 25ൻ്റെ സ്കോർ എങ്ങനെയാണ്? 35ൻ്റെ സ്കോർ എങ്ങനെയാണ്? 45ൻ്റെ സ്കോർ എങ്ങനെയാണ്? 105ൻ്റെ സ്കോറാണ്? 125ൻ്റെ സ്കോർ എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക് നോക്കുക. ഒരുപക്ഷെ മിക്കവർക്കും അറിയാതിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. 15 സ്ക്വയർഡ്, 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 × 15. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അവസാനത്തെ 2 സംഖ്യകൾ 5 ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയറായ 25 ഞാനിവിടെ എഴുതുന്നു. ഇനി 10ൻ്റെ പ്ലേസിൽ കിടക്കുന്ന, അഥവാ ആദ്യം കിടക്കുന്ന സംഖ്യ 1 ആണ്. രണ്ടിടത്തും 1 ആണ്. 1നെ അതിൻ്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. 1ൻ്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ ഏതാ? 1 കഴിഞ്ഞാൽ 2. 1 × 2, 1 × 2 എത്രയാണ്? 2. 2 ഈ 25 കൂടെ എഴുതി എന്നാൽ 15ൻ്റെ സ്ക്വയറായി 225. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇതിനോട് ഉപയോഗിക്കാം. 25 സ്ക്വയർഡ്, 25ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 25 × 25. അപ്പോൾ 25 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 ആണ് കിടക്കുന്നത്. 5ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി 25. പിന്നെ കിടക്കുന്ന ഇവിടെ രണ്ടിടത്തും വരുന്ന 10ൻ്റെ പ്ലേസിൽ വരുന്നത് 2 ആണ്. ആ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ 3. 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 2 × 3 6. 6 ഈ 25 ഇവിടെ എഴുതി 625 ആയി. 25ൻ്റെ സ്ക്വയർ ആയില്ലേ? 35ൻ്റെ സ്ക്വയർ, 35 സ്ക്വയർ, 35 × 35. 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ 4 ആണ്. 3 × 4 12. 25 ഇവിടെ ചേർത്തെഴുതുക, 1225. അടുത്ത 45ൻ്റെ സ്ക്വയർ. 45ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇതേ ട്രിക്ക്. നിങ്ങൾ എത്ര വലിയ സംഖ്യകൾ വരെ എടുത്താലും ഇതേ മെത്തേഡ് മതി നിങ്ങൾക്ക്. ഏതാണ്? 45ൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 45ൻ്റെ സ്ക്വയർ എങ്ങനെ വരും? 4 കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏതാണ്? 5. 4 × 5. പിന്നെ ആ 5ൻ്റെ സ്ക്വയർ 25. 4 × 5 എത്രയാണ്? 20. 20യും 25ഉം. അപ്പോൾ 20, 25. ദാറ്റ് മീൻസ് 225. ഇതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 45 വരെയാണ് എഴുതിയിരിക്കുന്നത്. 55ൻ്റെ സ്ക്വയർ എങ്ങനെയാണ്? 55ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ മനക്കണക്കായിട്ട് നിങ്ങളോട് പറയാം. 55ൻ്റെ സ്ക്വയർ എങ്ങനെയാണ്? ആ 25 എന്നുള്ള എഴുതുക. 5 കഴിഞ്ഞ് അടുത്ത സംഖ്യ ഏതാണ്? 6 ആണ്. 5 × 6 30. 30യുടെ കൂടെ 25 കൂടെ എഴുതുക. അപ്പോൾ എത്രയായി? 3025. പിടികിട്ടിയോ? 65 × 65 എളുപ്പമല്ലേ? 6 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 7. 6 × 7 എത്രയാണ്? 42. 42 എഴുതുക. ഇനിയപ്പുറത്തോട്ട് 25 എഴുതുക. പിടികിട്ടിയോ? 4225. അടുത്തത് പറയുകയാണെങ്കിൽ 75. 75 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് ഓർക്കുക. 75 × 75. അപ്പോൾ 7 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാണ്? 8. 7 × 8 എത്രയാണ്? 56 അല്ലേ? അപ്പോൾ 56ഉം 25 ഇവിടെ എഴുതുക. 5625. അടുത്തത് ഞാൻ പറയുന്നത് 85. 85ൻ്റെ സ്കോർ എന്താണ്? 85 × 85. ഇപ്പം നിങ്ങൾക്ക് പിടി കിട്ടിക്കാണും. 85 × 85 എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എഴുതാം. 85, 8 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ, 8 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ എത്രയാണ്? 9 ആണ്. 9 × 8
9 × 8 എത്രയാണ്? 72 ആണ്. 72ൻ്റെ കൂടെ 25 കൂടി എഴുതുക. 7225. ഈസി ആയില്ലേ? വളരെ ഈസി ആയില്ലേ? ഇനി 3 ഡിജിറ്റിൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, 3 ഡിജിറ്റ് അതും ഇതുപോലെ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പറയാം, എഴുതി കാണിക്കും. ഓക്കെ, നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം 3 ഡിജിറ്റിൻ്റെ സ്ക്വയർ കാണുക. 5 അവസാനം വരുന്നതിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതിന് ഞാൻ തൊട്ട് പുറകെ പഠിപ്പിക്കുക എങ്ങനെയാണ് ബാക്കിയുള്ളതിൻ്റെ ഈഡിയെ ഈസി ആയിട്ട് ചെയ്യുന്നത്. അപ്പം 3 ഡിജിറ്റ് വരുമ്പോഴത്തേക്ക് 115 × 115. നിങ്ങൾ നോക്കുക, 115 × 115. അതുപോലെ തന്നെ ഞാൻ എഴുതി 115 × 115 എന്ന് എഴുതി. അപ്പം നമുക്കിവിടെ 5ൻ്റെ സ്കോർ അറിയാം. ആ 25 അവിടെ എഴുതി. വരുന്ന സംഖ്യ ഏതാണ്? 11 ആണ്. 11 കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 12 ആണ്. 11 × 12. 11 × 12 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം 11 × 12 പകരം ഞാൻ ചെയ്യുന്ന 10 × 12 120. അതിൻ്റെ കൂടെ ഒരു 12 കൂടെ കൂട്ടുമ്പോൾ 132 വരും. ഇത് രണ്ടും കുടിക്കുമ്പോൾ 132 25 കണ്ട. അപ്പോൾ എത്രയായി? 13,225. 13,225. അതാണ് കിട്ടിയത്. നെക്സ്റ്റ് 125ൻ്റെ സ്ക്വയർ. 125 × 125. ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. 5ൻ്റെ സ്ക്വയർ മാറ്റി നിർത്തുന്നു 25. ഇനി 12 × 3. 12 × 13. 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുത്ത നമ്പർ 13 ആണ് അല്ലേ? അപ്പോൾ 12 × 13 എന്നുള്ളത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അവിടെയും ഞാൻ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 12 × 13 എന്ന് പറയുമ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നത് 12 × 15 എടുക്കുന്നു. 12 × 15 എന്ന് പറയുമ്പോൾ എനിക്കറിയാം 180 ആണ്. ആ 180 ഞാൻ 26 ഞാനങ്ങ് 24 അങ്ങ് കുറയ്ക്കുന്നു. അപ്പോൾ എനിക്ക് 156 കിട്ടും. 156.25. ദാറ്റ് മീൻസ് 15,625 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് 135ൻ്റെ സ്ക്വയർ ആണ്. 135ൻ്റെ സ്ക്വയർ 135 × 135. 5ൻ്റെ ഇത് വന്നിരിക്കുന്നത് 25 ആണ്. 25 ഞാൻ ഇവിടെ എഴുതുന്നു. വന്നിരിക്കുന്ന പിന്നെ വരുന്ന നമ്പർ ഏതാണ്? 13 ആണ്. 13ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 13 × 14. 13 × 14 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എത്ര കിട്ടി? 13 × 14 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 13 × 15 എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു 13 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഒരു 13 കുറയ്ക്കുമ്പോൾ എനിക്ക് 182 കിട്ടും. 182 × 25. അപ്പം എത്ര വന്നു? 18,225. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ ഇത്രയും ചെയ്യാനായിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഈ 2 ഡിജിറ്റ് നമ്പറുകൾ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക? 2 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ഞാനിപ്പോൾ വീണ്ടും ഇതിൻ്റെ ഇപ്പം ഇത്തരം വരെ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. 5 അവസാനം വരുന്നതിൻ്റെ സ്കോർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 5ൻ്റെ സ്കോർ എഴുതുക. പിന്നെ മിച്ചമുള്ള ഡിജിറ്റിൻ്റെ നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മിക്കൊരു ധാരണയുണ്ട്, താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഈ 2 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ. 2 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത് നമ്മൾ പഴയ രീതി പഠിച്ചിരിക്കുന്ന മെത്തേഡ് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. 2 ഡിജിറ്റ് നമ്പറുകൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മൾട്ടിപ്പിൾ ചെയ്യാൻ. ഒറ്റ വരിയിൽ 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഉത്തരം നമുക്കെടുക്കാം. അപ്പം ഞാൻ അടുത്തത് പഠിപ്പിക്കുന്നത് ഈ ഒറ്റ വരിയിൽ എങ്ങനെ 2 ഡിജിറ്റ് നമ്പറിന് നമുക്ക് എടുക്കാനുള്ള. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞേക്കാം. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഇതാ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു മാവ് 2015 പ്രളയത്തിൽ മറിഞ്ഞു വീണു. എല്ലാവരും പറഞ്ഞത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെട്ടിക്കളഞ്ഞില്ല, എനിക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാവ് അവിടെ തന്നെ കിടന്നങ്ങ് വളർന്നു. അവിടെ കിടന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ നല്ല തണലും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാതെ മാങ്ങയൊക്കെ ഇവിടെ ഇതുപോലെ ഉണ്ടായി കിടക്കുക. മാങ്ങയാണ്ട് ഇവിടെയുണ്ട്, അവിടെ താഴോട്ട് മാങ്ങ കിടപ്പുണ്ട്, ഈ സൈഡിലൊക്കെ മാങ്ങ കിടപ്പുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വന്നിരുന്ന് പഠിക്കുക. പഠനം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സ് പ്ലസൻ്റ് ആക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പഠിക്കേണ്ട കാര്യമാണ്. അല്ലാതെ പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് കുത്തിയിരുന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്നതല്ല നമുക്ക് ശരിക്കുള്ള പഠനം. എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ മിക്ക കുട്ടികളും ഇരുന്ന് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടഞ്ഞ മുറിക്കകത്ത് ആകപ്പാടെ ഇതിനകത്ത് ടെൻഷനൊക്കെ കയറി അങ്ങനെ പഠിക്കേണ്ട. മാത്സ് അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. മാത്സ് പഠിക്കുമ്പോൾ വളരെ റിലാക്സ് ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് മാത്സ് പഠിക്കാം. അതുകൊണ്ട് 2 ഡിജിറ്റ് നമ്പറുകൾ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാ നമ്മളിപ്പോൾ 2 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. മാങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്നു, ഇതൊക്കെ കിടക്കുന്നു അല്ലേ? ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതുണ്ട്. ഇത്ര ഭാഗമൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് ഈ വെയിലത്ത് നിന്നിട്ട് എന്ത് വരുന്നില്ല, ചൂടൊന്നും വരുന്നില്ല, നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്വല്പം കാറ്റൊന്ന് കുറഞ്ഞ് നിൽക്കുകയാണ്. എന്നാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. നമ്മളപ്പോൾ 2 ഡിജിറ്റ് നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം നോക്കുക. ഓക്കെ നമുക്ക് നോക്കാം. ഇതാ 2 ഡിജിറ്റ് നമ്പറുകൾ ഞാൻ എഴുതിയിരിക്കുകയാണ്. 32 × 24. നമ്മൾ നേരത്തെ ഗുണിക്കുന്നത് എങ്ങനെയാണ്? മൊത്തം എല്ലാം കൂടെ ഗുണിക്കുക. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. എങ്ങനെയാണ് ഗുണിക്കുന്നത്? 32 × 24 എന്ന് വളരെ ചെറിയൊരു സംഖ്യ ഞാൻ എടുത്തിരിക്കുന്നത്. 32 × 24 എങ്ങനെ ഗുണിക്കാം? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ 2 ഡിജിറ്റുകൾ ഗുണിക്കും.
ഏതൊക്കെയാണെന്നറിയാമല്ലോ? 2ഉം 4 മൾട്ടിപ്ലൈ ചെയ്യും. 2 into 4, 2 into 4 എല്ലാവർക്കും അറിയാം. 2 into 4 എത്രയാണ്? 8 ആണ്. റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ 2 into 4 8 എന്ന് എഴുതി. ഇനി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. എത്രയാ പറയുക, ഒരു 8ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഇത് രണ്ടുകൂടെ ഗുണിക്കും. 4 into 3 എഴുതണ്ട ഞാൻ, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. 4 into 3. 4 into 3 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 4 into 3 എത്രയാണ്? 12 ആണ്. ഈ 4 into 3 പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ അടുത്ത് മനക്കണക്കായിട്ട് കൂട്ടുകയാണ്. 2 into 2. 2 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടുന്നു. അപ്പോൾ എത്ര വരും? 16 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത മെത്തേഡ് ഞാനിപ്പോൾ അവിടെ ഒരെണ്ണത്തിനകത്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ബൈ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്നത് 2 into 4 8 എന്ന് എഴുതി. 4 into 3 12. 2 into 2 4. 12 plus 4 16. ആ 16ൻ്റെ 6 ഇവിടെ എഴുതും. 16 കിട്ടിക്കഴിഞ്ഞാൽ എന്തെഴുതും? 6 എഴുതും. റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. ഞാനിപ്പോൾ എഴുതി കാണിക്കുന്നില്ല. ഈ റിമൈൻഡറൊക്കെ കുട്ടികൾക്ക് ഈ കണക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ ഒരു കാരണവശാലും 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയുന്നത് സൈഡിൽ എഴുതിക്കരുത്. മാത്സ് പഠിപ്പിക്കുന്നവർ എഴുതിക്കത്തില്ല, അല്ലാത്തവരാണ് എഴുതിച്ചിട്ട് കൂട്ടുന്നത്. എഴുതിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് നമ്മുടെ മെമ്മറി പാർട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് കുട്ടികളോട് പറയുക. അതായത് നീ ഓർത്ത് വെക്കുക, ആ റിമൈൻഡർ ഇത്രയാണ് എന്ന് നീ ബ്രെയിനകത്ത് ഫീഡ് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. എന്നിട്ട് ആ റിമൈൻഡർ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചെടുക്കണം. അപ്പോൾ കുട്ടികളുടെ ബ്രെയിന് അത്രമാത്രം ഒരു എഫക്റ്റ് ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് ബ്രെയിൻ നല്ലവണ്ണം വർക്ക് ചെയ്യും. അവരൊരു കാര്യം കേട്ടെന്നാൽ അവർ ഇതങ്ങനെയല്ല, അത് സൈഡിൽ എഴുതിയിട്ടിട്ട് വീണ്ടും എടുക്കും, മറന്നു. അപ്പം കണക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അവരുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യില്ല. മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതിന് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത്. മിക്കവർക്കും അറിയത്തില്ല എന്തിനാണ് കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നത്, മാത്സ് പഠിപ്പിക്കുന്നത്. ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമല്ലേ ഉള്ളത് എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പം മസിൽ നല്ലവണ്ണം വലുതാകണം, എന്താ നമ്മൾ ചെയ്യുക? എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്യുന്ന മസിലിന് ഇത് കൊടുക്കുമ്പോൾ മാത്രമേ ആ മസിൽ ഇതാകത്തുള്ളൂ. അതേസമയം അനങ്ങാതെ അങ്ങിരിക്കുകയാണല്ലോ, അത് ഡെവലപ്പ് ചെയ്യില്ല. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ റിമൈൻഡർ നീ മനസ്സിൽ ഓർത്തിരിക്കുക. ആദ്യമൊക്കെ തെറ്റിപ്പം പൊക്കോട്ടെ, പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ വരും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ റിമൈൻഡറും ഇതൊന്നും നിങ്ങൾ ഓർമ്മയിൽ വെക്കരുത്. അതായത് മെമ്മറിയിൽ വെക്കുക, എഴുതിയിടും. നോക്കുക. അപ്പോൾ 2 into 4 എത്ര കിട്ടി? 8 കിട്ടി. ഈ 4 കൊണ്ട് 3 ഗുണിക്കുക. 4 into 3 എത്രയാണ്? 12 ആണ്. ഈ 2 into 2 എത്രയാണ്? 4 ആണ്. 12 plus 4 എത്രയാണ്? 16 ആണ്. 16 ഞാനിവിടെ 6 എഴുതി. ഇനി റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. ഓർത്ത് വെക്കുക, ശിഷ്ടം എത്രയുണ്ട്? 1 ഉണ്ട്. ഇനി മൾട്ടിപ്പിൾ ചെയ്യുന്ന ഇവർ രണ്ടുപേരെയും കൂടിയാണ് കേട്ടോ. 3 into 2 എത്രയാ? 6 ആണ്. ആ റിമൈൻഡർ 1 ഉണ്ടല്ലോ, ശിഷ്ടം അത്, അതാ 6ൻ്റെ കൂടെ കൂട്ടുക. ആൻസർ എത്രയായി? 7 ആയി. ഒറ്റ സ്റ്റെപ്പിന് നിങ്ങൾക്ക് ആൻസറായി. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എഴുതി ഗുണിച്ച് നോക്കുക, നിങ്ങളുടെ ആൻസർ കറക്റ്റായിരിക്കും. 768. ഓക്കെ, ഒരു സംഖ്യയോടെ ഞാൻ എഴുതി ഗുണിച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക. ഇപ്പം ഏതാ ഒരു സംഖ്യ എടുക്കുക. ഇപ്പം 3 ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത ഞാൻ എഴുതിയിരിക്കുന്നു 40. എത്ര എടുക്കണം? ഒരു 43 എടുക്കും. 43 into 30 എത്രയാണ്? 2ഓ 6ഓ എത്ര എടുക്കുന്നത്? 32 എടുക്കുക അല്ലേ? 32. നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇതുപോലെ ഒന്നും എഴുതുന്നൊന്നുമില്ല. മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ഈ 2 കൊണ്ട് 3യെ മൾട്ടിപ്പിൾ ചെയ്യും. 2 into 3. 2 into 3 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 6 ആണ്. നമ്മൾ ആ 6 ഇവിടെ എഴുതും. 2 into 3 6 എന്ന് എഴുതി. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അങ്ങോട്ടും ഗുണിക്കണം, ഇങ്ങോട്ടും ഗുണിക്കണം, ശിഷ്ടം ആഡ് ചെയ്യുകയും വേണം. അപ്പം നമ്മൾ ഇതിനെ ഗുണിക്കുന്നു. ഞാൻ ഈ 2 കൊണ്ട് 4നെ ഗുണിക്കുന്നു. 2 into 4 8. അവിടെ ഇടുക. ഇവിടെ മെമ്മറി പാർട്ടിലിട്ട് 8. 3 into 3 9. ഈ 8ൻ്റെ കൂടെ 9 കൂടെ കൂട്ടുക, 9 കൂടെ കൂട്ടുക. അപ്പോൾ എത്രയായി? 8 plus 9. 8 plus 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ്. 17ൻ്റെ 7 ഞാനിവിടെ എഴുതി. ഓക്കെ, റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. ബ്രെയിനകത്ത് അത് ഇട്ടേക്കുക, തലച്ചോറിനകത്ത് അത് കൊടുക്കുക. 1 അവിടെ കിടപ്പുണ്ട്. ഇവർ രണ്ടുപേരുടെ മൾട്ടിപ്പിൾ ചെയ്യുക, ഈ ഇങ്ങാവശത്തുള്ളത്. അപ്പോൾ 4 into 3 എത്രയാ? 12. 12ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക. എത്രയായി? 13. നിങ്ങളുടെ ആൻസർ ഇതാണ്. കണ്ട 1376. ഒരെണ്ണോടെ ഞാൻ കാണിക്കാം. ഇതേ മെത്തേഡിൽ 100 താഴോട്ടുള്ളതിൻ്റെ സ്ക്വയറും നമുക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ ആ സ്ക്വയർ ഒരെണ്ണോടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പം ഞാൻ 43 into 32 ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നമുക്കിപ്പോൾ അടുത്ത ഒരെണ്ണോടെ നമുക്ക് എഴുതിയേക്കാം. ഒരു എത്ര എഴുതുക? ഒരു 64 into എത്ര എഴുതണം? 64 into 33. ഇത് രണ്ടുകൂടിയാണ് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നത്. 64 into 33. ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ടുകൂടെ ഞാൻ മൾട്ടിപ്പിൾ ചെയ്തു. ഏതൊക്കെ? 4 into 3. 4ഉം 3യുടെ മൾട്ടിപ്പിൾ ചെയ്തു. 4 into 3. വി നോ ദാറ്റ് 4 into 3 is equal to 12.
12 ഞാൻ ഇവിടെ എത്ര എഴുതും? 2 എഴുതും. 12 2 എഴുതി. റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. ആ 1 നമ്മുടെ മെമ്മറി പാർട്ടിൽ ഇട്ടു. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് 6 × 3 6 × 3 18. ഓർക്കുക 18. 4 × 3 12. 18ഉം 12 കൂടെ കൂട്ടുക. 18 20 10 30. ഇവിടുത്തെ ഒരു റിമൈൻഡർ നമുക്കുണ്ട് 1. ആ 30ന്റെ കൂടി ഒന്നുകൂടെ കൂട്ടുക. 30ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയായി? 31. 31ന് 1 എഴുതി. റിമൈൻഡർ എത്രയുണ്ട്? 3. ആ 3 മെമ്മറി പാർട്ടിൽ ഇട്ടു. ഇത് രണ്ടുകൂടെ ഗുണിച്ചു. 6 × 3 18. 18ന്റെ കൂടെ 3 കൂട്ടുക. 21. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടി. എത്ര കിട്ടി? 2112. ഇപ്പം നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികളെ മസ്റ്റായിട്ടും ഇതേ രീതിയിൽ ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കണം. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം. നിങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടി ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവനെ ഗുണിച്ച് പഠിപ്പിക്കുക, അല്ലെ അവളെ ഗുണിച്ച് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ആ കേൾക്കുന്ന കുട്ടികൾ ഇപ്പോൾ +2നോ ഒക്കെ കേൾക്കുന്ന കുട്ടികളാണ് ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്യുക. എന്താണ് ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദഗണിത രീതിയിൽ പറയുമ്പോൾ ഇങ്ങനെ ഗുണിച്ച് പഠിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോറ് നല്ല രീതിയിൽ ഡെവലപ്പാകും. കാരണം അവരുടെ മെമ്മറി പാർട്ടൊക്കെ നല്ല ഇതായിട്ട് വരും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് പട്ടികയൊക്കെ, അതായത് ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കണം. ആ ടേബിൾ ആദ്യമേ നിങ്ങൾ പഠിപ്പിക്കുക. ടേബിൾ കാണാതെ പഠിപ്പിക്കരുത്. ടേബിൾ പഠിപ്പിക്കാനും ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പുറകെ പറയാം. ഈ ക്ലാസ്സിനകത്ത് അത് പറയാൻ നിർവാഹമില്ല, കാരണം ടൈം ഓവറായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല. മാത്രമല്ല മിക്കവർക്കും ടേബിളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല. അത് കുറച്ചുകൂടെ താഴ്ന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതും വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പം ഇത് തന്നെ ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചെന്നാൽ ഞാനിപ്പോൾ CBSE 10ന്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പല കുട്ടികളും എന്നോട് ചോദിച്ചു, സാറേ ഇത് സ്പീഡിൽ ഗുണിക്കുന്നത് എങ്ങനെയാണ്? ഇത് സാർ ഇങ്ങനെ ബോർഡിൽ ടക്കെന്ന് എഴുതുന്നുള്ള എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതുപോലെ റൂട്ട് കണ്ടുപിടിക്കാൻ വരുമ്പോൾ കുട്ടികൾക്ക് മിക്കവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും തോറും കുട്ടികളുടെ ഈ മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നിങ്ങളൊന്ന് ശീലിച്ച് നോക്കുക. അപ്പോൾ ഇത് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മെമ്മറി പാർട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ആ മെമ്മറി പാർട്ടിൽ അത് ഓർത്ത് വെക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന തൊട്ട് ഒന്ന് ടച്ച് ചെയ്താൽ കിട്ടുമല്ലോ. സംഖ്യകൾ ഗുണിക്കാൻ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യരുതോ? അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഗുണിക്കുന്നത്? കാൽക്കുലേറ്റർ കുഞ്ഞു ക്ലാസ്സിലേക്ക് കയറ്റുകയില്ല. എന്തുകൊണ്ടാണ് ഇത് കയറ്റുകയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തലച്ചോറിന് പ്രവർത്തനങ്ങൾ കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു അവയവത്തിന് പ്രവർത്തനം കൊടുത്തെങ്കിൽ മാത്രമേ ആ അവയവം ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പം അവൻ്റെ മെമ്മറി പാർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ അവർക്ക് കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുന്ന ആൾക്കാർ, ഇത് ഞാൻ കുട്ടികൾക്കാണ് ഇടുന്നതെങ്കിലും നിങ്ങൾ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിത് നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഇനി ഇതേ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് 100ന് താഴെയുള്ള സംഖ്യകളുടെ സ്ക്വയറും കണ്ടുപിടിക്കാം. അതുകൂടെ ഞാനിപ്പോൾ കാണിക്കാം. ഇതാ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ 2 ഡിജിറ്റ് നമ്പറുകളുടെ എല്ലാത്തിൻ്റെ സ്കോർ നമുക്ക് കണ്ടുപിടിക്കാം. ശരിക്കും പറഞ്ഞാൽ ആ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഞാനത് പറഞ്ഞു തന്ന് കഴിഞ്ഞു. 5 ചേർത്ത് വരുന്നതിൻ്റെ ട്രിക്ക് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, 2 ഡിജിറ്റ് നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഞാനിവിടെ എഴുതിയിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പറുകളുടെ സ്കോർ കണ്ടുപിടിക്കുക. 11 × 11 11 സ്കോർ എത്രയാണ്? ബൈ ഹാർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 121 ആണ്. എന്നാൽ ഞാനൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ് ഈ 125 നിങ്ങൾക്ക് ഒറ്റ ഇതിനായിട്ട് കിട്ടുന്നത്? 11 × 11. ഓക്കെ, ഞാനിത് എഴുതി ഗുണിക്കുകയാണ്. എങ്ങനെ എഴുതി ഗുണിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ആദ്യമേ ഈ 1ഉം ഈ 1 ഗുണിക്കും. 1 × 1 1 എന്ന് കൊടുക്കും. ഇനി അടുത്ത ഇടയ്ക്ക് എഴുതുന്നത് എങ്ങനെയാണ്? ഇതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 1 1 പ്ലസ് 1 × 1 1 1 പ്ലസ് 1 എത്ര വന്നു? 2. ഈ 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ 1 × 1 1. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി. എത്രയാണ്? 120. അടുത്ത 22 × 22 നോക്കുക. 22 × എത്രയെന്ന് എഴുതി? 20. ഇതേ മെത്തേഡ് 2 × 2 4. ബാക്കിയുള്ള ഞാൻ എഴുതി നോക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 2 4 2 × 4 4 4 + 4 8. ഇനി ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 4 484. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 484. അങ്ങനെയാണെങ്കിൽ 33 നമ്മളെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 33 × 33 33 × 33 നോക്കുക. 3 × 3 9. 3 × 3 9 3 × 3 9 9 + 9 8 18. 18 ഞാൻ 8 എഴുതി. റിമൈൻഡർ 1. 3 × 3 9 9 പ്ലസ് ആ റിമൈൻഡർ 10
1089. അടുത്തത് 44 into 44. നോക്കുക, 44 into 44. 4 into 4. നിങ്ങൾക്കറിയാം 4 into 4 16 ആണ്. 16 ഞാൻ 6 എഴുതി, റിമൈൻഡർ 1. 4 into 4 16. 4 into 4 16. 16 plus 16 32. 32 plus that 1 33. 33യുടെ 3 എഴുതി, റിമൈൻഡർ എത്രയുണ്ട്? 3 ഉണ്ട്. ആ 3 അവിടെ കിടക്കട്ടെ. 4 into 4 16. 16ഉം 3യുടെ കൂട്ടുമ്പോൾ 19. നോക്കുക എത്ര കിട്ടി? 1936. അടുത്തത് 55 into 55. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പോകും. അതുകൊണ്ടാണ് ഞാനത് എഴുതിയിട്ടിരിക്കുന്നത്. ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മിക്കവാറും അവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനത്തെ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷേ അവർ കണക്ക് ചെയ്യാൻ നേരത്തെ അത് യൂസ് ചെയ്യത്തില്ല. അടുത്ത ഇതേ രീതി ചെയ്യണ്ട. കണ്ടോ, അതിനെ ഞാനത് എഴുതിയിട്ടത് 55 into 55. 55 into 55 എന്ന് പറഞ്ഞാൽ 5ൽ അവസാനിക്കുന്നതല്ലേ. ഈ ട്രിക്ക് അവിടെ വേണ്ട. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച മെതേഡ് മതി. എന്താ നമ്മൾ നേരത്തെ പഠിച്ച മെതേഡ്? ഈ 5ന്റെ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതുന്നു. 5ന്റെ സ്ക്വയർ എത്രയാണ്? നിങ്ങൾക്കറിയാം, 25. പിന്നെ അടുത്ത ഇവിടെ 5 തന്നെയല്ലേ വരുന്നത്. അപ്പം 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡിജിറ്റ് ഏതാ? 6. 5 into 6 എത്രയാ? 30. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് എത്രയാണ്? 30. കണ്ടോ, 3025. അത് തന്നെ ഞാൻ താഴെ അടുത്തടുത്ത് ഇത് പറ്റത്തില്ല. 66 into 65. അപ്പോൾ ഈ 66 into 65 എന്നുള്ളതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുക. അതും ഇതേ മെതേഡ് തന്നെ. എങ്ങനെയാണ്? 66 into 65. ലാസ്റ്റത്തെ മെതേഡ്. 66നെ 65 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 66 into എത്രയാണ്? 65. നോക്കുക, 6 into 5. You know that 6 into 5 എത്രയാണ്? 30 ആണ്. 30ക്ക് നമ്മൾ 0 കൊടുത്തു. റിമൈൻഡർ എത്രയുണ്ട്? 3 ഉണ്ട്. മെമ്മറി പാർട്ടിലിട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 6 into 6 36. 6 into 5 30. 30 plus 36 എത്രയാ? 66. 66ഉം ഇവിടുത്തെ ഒരു 3യുടെ വരും. അപ്പോൾ 66ഉം ആ 3യുടെ കൂട്ടുമ്പോൾ 69 ആകും. 69 നമ്മൾ എത്ര എഴുതി? 9 എഴുതി. റിമൈൻഡർ എത്ര കിടപ്പുണ്ട്? 6 കിടപ്പുണ്ട്. മെമ്മറി പാർട്ടിലേക്ക് ആ 6 ഇടുക. 6 into 6 36. 36 plus that 6 42. നോക്കുക, നമ്മുടെ ആൻസർ ആയി. എത്രയായി? 4290. കണ്ടോ? അപ്പം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നാം. അതിൻ്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്ത് കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് വരും. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഡിജിറ്റ് നമ്പറുകൾ നിങ്ങൾ എഴുതാതെ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. അവരത് പ്രാക്ടീസ് ചെയ്യിക്കുക. ഇപ്പോൾ അവധി സീസൺ ആണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലുള്ളത് കൊടുക്കുക. കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുക. ചെയ്യിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത, എനിക്കിത് അറിയാമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കുറേയേറെ സംഖ്യകൾ കൊടുക്കുക. ഒരു 100 പ്രാവശ്യം സംഖ്യകൾ ഇങ്ങനെ എഴുതി ചെയ്യിക്കുക. അവർക്ക് മടിയുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ചെയ്യിക്കുക. ഫലം നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കാണാൻ പറ്റും. ആ കുട്ടിക്ക് മെമ്മറി പാർട്ട് നല്ലവണ്ണം ഡെവലപ്പ് ചെയ്യും. ബാക്കിയുള്ള സബ്ജക്റ്റ് കൂടി അവർ നല്ല രീതിയിൽ പഠിക്കും. ഇതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾക്ക് ഈ അറ്റ്മോസ്ഫിയറൊക്കെ കാണാം. മാവ് വീണ് മാവിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. അത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പക്ഷികൾ ചലിക്കുന്നതും കിളികൾ കരയുന്നതും എല്ലാം ഉള്ള സൗണ്ടുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ, ഈ വേനൽ സീസണിലൊക്കെ ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചൂടുകളും ഒക്കെ ഉണ്ടായിട്ടും ഇതിനകത്തൊരു ചൂടോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മാവ്, അതിൻ്റെ സൈഡിൽ തന്നെ ഇതാ ഒരു പനീർ ചാമ്പ, അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് കിടക്കുന്ന ഈ ഒരു കാഴ്ച. അപ്പം നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത്രയും വലുപ്പമുള്ളൊരു മാങ്ങയാണ്. ഇതിൻ്റെ പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്ത് ടൈപ്പ് മാങ്ങയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ഇവിടെ ഉള്ള മാവാണ്. അതിൻ്റെ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്, പക്ഷെ പഴുത്ത നല്ല മധുരവും. അതാണ് ഈ മാങ്ങയുടെ പ്രത്യേകത. നമ്മുടെ തലച്ചോറ് പോലെ പ്രവർത്തിക്കാതെ ഇരിക്കും തോറും ഒന്നിനും കൊള്ളില്ല. ഒന്ന് പ്രവർത്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കുട്ടികളുടെ ഇത് തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ, ഇപ്പോൾ ഞാൻ 10th ഇടുന്നുണ്ട്. 10th അത് വേറൊരിതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ 10th ഉണ്ട്, +1 ഉണ്ട്, +2 ഒക്കെ മാത്സിൻ്റെ ട്രിക്കുകളും ക്ലാസ്സുകളും എല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. മാത്സിൻ്റെ ട്രിക്കുകൾ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇത് കാണുക, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾക്കോ അല്ലെ അവരുടെ രക്ഷിതാക്കൾക്കോ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കൊടുക്കുക. ഇന്ന രീതി ഗുണിക്കാൻ പറ്റും, ഇത് എളുപ്പമുള്ള ഒരു രീതിയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂട്ട് കണ്ടുപിടിക്കും. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ട്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന രീതികൾ, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ട്രിക്കുകൾ, 2 ഡിജിറ്റിൻ്റെ ബാക്കിയുള്ള ട്രിക്കുകൾ, ഇങ്ങനെ മാത്സിനകത്തുള്ള കുറേ ട്രിക്കുകൾ മാത്രം അതൊരു 1-2 വീഡിയോ ആയിട്ട് ഞാൻ പുറകെ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഗ്രൂപ്പ്, നിങ്ങൾ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാ ക്ലാസ്സിലുള്ളവർക്കും, ഒരു 5ാം ക്ലാസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് ഒന്ന് അയച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിക്കുക. ഈ അവധിക്കാലത്ത്, ഈ സമയമുള്ള സമയത്ത് നിങ്ങൾ കൂട്ടത്തിരുന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.